അങ്ങനെ ഞങ്ങളും പോയി ഗൈസ് ഉത്സവം കാണും. പണ്ടത്തെ കാലത്തെ ഓർമ്മകളും എന്താ പറയുക, ഒരു നൊസ്റ്റാൾജി ഫീലാണ് അമ്പലം ഉത്സവം എന്നൊക്കെ പറയുമ്പോൾ. അതെൻ്റെ കുട്ടികൾക്കും കിട്ടിക്കോട്ടെ, കുട്ടികളില്ല കേട്ടോ, ഒരു കുട്ടിയുള്ളൂ, കുട്ടിക്കും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പോയത് മെയിനായിട്ട്. എപ്പോഴും ഫോണും ലാപ്ടോപ്പും കമ്പ്യൂട്ടറും മാത്രം ആക്കണ്ട, കുറച്ച് അമ്പലം ഉത്സവം കാര്യങ്ങളൊക്കെ കണ്ടോട്ടെ എന്ന് വിചാരിച്ച് പോയതാണ്. അല്ലെങ്കിൽ എന്താ ഈ ഫോൺ എപ്പോഴാണ് കിട്ടുക എന്ന് ഓർത്തല്ലേ കുട്ടി ഇരിക്കുക. എൻ്റെ കുട്ടി മാത്രമല്ല, ഏറെക്കുറെ എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ. ഈ അമ്പല ഉത്സവമൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് എന്താ പറയുക, അവർക്കും ഒരു 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 തരത്തിലൊരു റിലാക്സേഷൻ ആണല്ലേ. അല്ലെങ്കിൽ ഇവർ ഈ ഫോണിന് അഡിക്റ്റായ കുട്ടികൾ വരെ ഉണ്ട്. ഇവർ ഈ ഫോണിലെന്താ കാണുന്നതെന്നൊന്നും ആർക്കും അറിയില്ല. അവർക്ക് വേണ്ടപ്പെട്ട എന്തെങ്കിലും കാണുന്നുണ്ടോ ഇല്ല. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു 10% കാര്യങ്ങളെ അവർ കാണുന്നുള്ളൂ. ബാക്കി 90% കാര്യങ്ങളും അവർ വേറെ എന്തൊക്കെയോ ആണ് കാണുന്നതല്ലേ. അവർക്ക് കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലൊന്നും ഒന്നും ഇല്ല താനും. അപ്പോൾ പിന്നെ ഇടയ്ക്ക് കുട്ടികളായിട്ട് ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ പണ്ടൊക്കെ നമ്മളൊക്കെ കാലത്ത് ഫോണൊക്കെ ഒരു അത്ഭുതമായിരുന്നു. ഇപ്പോൾ ഫോണില്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ള അവസ്ഥയിലെത്തി കുട്ടികൾ. പണ്ട് ഞാൻ 1 രൂപയ്ക്ക് കൈ നിറച്ച് മുട്ടായി വാങ്ങിയൊരു കാലം ഉണ്ടായിരുന്നു. അത് പറയുമ്പോൾ എൻ്റെ മോള് ഞെട്ടും. 1 രൂപയ്ക്ക് കൈ നിറച്ച് മുട്ടായി? ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് 10 പൈസേൻ്റെ മുട്ടായി, 20 പൈസേൻ്റെ മുട്ടായിയൊക്കെ ആയിരുന്നല്ലോ. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഡയറി മിൽക്കും വലിയ ചോക്ലേറ്റും കിട്ടിയാൽ തന്നെ അവർക്കൊന്നും സമാധാനമാവുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കുട്ടികളുള്ളത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ റിലാക്സേഷന് വേണ്ടി പുറത്തിറങ്ങുമ്പം ഫോണും കുറച്ച് സമയം മറക്കും. അത്രയും സമയം ഫോൺ മറന്നു പോകുമല്ലോ. പിന്നെന്താ, ഇങ്ങനെയൊക്കെയായിരുന്നു പണ്ടുള്ളവരൊക്കെ എന്താ പറയുക റിലാക്സ് ചെയ്തത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ കുറച്ച് കളിപ്പാട്ടമൊക്കെ വാങ്ങി കൊടുക്കുമ്പോൾ അവർ പഴയ കാലത്തേക്ക് തിരിച്ചു പോകുന്നൊരു വിശ്വാസം. അപ്പോൾ പിന്നെ അങ്ങനെ ആവട്ടെ.